ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബലൂണും വെള്ളവും വെച്ചൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബലൂൺ വെച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ലാമിനാർ വാട്ടർ ഫ്ലോ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കാണുന്ന ഫോട്ടോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം വെള്ളം നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റാച്ചു പോലെ നമ്മുടെ വെള്ളം ഇരിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് നേരെ പോയേക്കാം. നമുക്കപ്പോൾ മെയിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഒരു ബലൂൺ 3 or 4 എത്ര ബലൂൺ വേണം നമുക്ക് എടുക്കാം. നമ്മൾ എത്ര ചെയ്യുന്നോ അത്രയും ബലൂൺ നമുക്ക് വേണം എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു സെലോ ടേപ്പാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഈ സെലോ ടേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കത്രിക, പിന്നെ ബലൂൺ കുത്തി പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ പൊട്ടിക്കാൻ എന്തെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു ബലൂൺ നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബലൂണിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം നിറയ്ക്കാം. നമുക്ക് നമ്മുടെ ബലൂണിനകത്ത് ഇതേ വെള്ളം നിറയ്ക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം നിറയ്ക്കാം. ഒരുമാതിരി നല്ലപോലെ നിറഞ്ഞിരിക്കട്ടെ. അത് വെള്ളം നിറച്ചത് ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈ ബലൂൺ ഒന്ന് വെക്കാൻ വേണ്ടി ഒരു സർഫസ് വേണം. അപ്പോൾ ഒരു പാത്രം വെള്ളം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഇതേ വെച്ചിട്ടുണ്ട്. ബലൂണൊക്കെ പാത്രത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻസുലേഷൻ ടേപ്പ് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇത് ഈ ബലൂൺ ഇവിടെ ആയിട്ടൊരു ചതുര ഷേപ്പിൽ നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ടേപ്പ് ഇതേ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മുറിച്ചെടുത്ത് ഇതേപോലെ നമുക്കൊരു 4 പീസ് വേണം. അപ്പോൾ 4 പീസ് നമ്മൾ വിരളെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതേ ടേപ്പ് നമുക്കിതേ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ സേഫായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഷേപ്പിലാണ് നമുക്ക് ടേപ്പ് ഒട്ടിച്ച് വെക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ബലൂണിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ബലൂൺ പൊട്ടിപ്പോവോ അല്ലേ വെള്ളം എങ്ങനെ ചാടുമെന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ബലൂൺ വെച്ച് അത് അടിപൊളിയായിട്ട് പൊട്ടി അങ്ങ് പോയി. ഇനി നമുക്ക് രണ്ടാമത്തെ ബലൂൺ നോക്കുവാണ്. നമ്മൾ ദൈവത്തിലോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനി എന്ത് സംഭവിക്കും നോക്കുന്നറിയാം. നമ്മൾ മുമ്പത്തെ പോലെ ടേപ്പൊക്കെ ഒടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുത്തി നോക്കാം. ഒരു ആണി എടുത്തേക്കുന്നത്. വെള്ളത്തിന്റെ ഫ്ലോ കണ്ടോ, സ്റ്റാച്ചു മാതിരി ഉണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ വെള്ളം പോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ബലൂണിനകത്ത് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇരുന്നു കേട്ടോ. ഞാൻ നമ്മളൊക്കെ അടുത്ത ബലൂൺ എടുക്കാം. ഇനി നമ്മൾ ഈ ബലൂണിനകത്ത് നമ്മൾ ഇനി വെള്ളം നിറയ്ക്കാൻ പോകാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബലൂൺ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫെയിലിയർ ആയിപ്പോയി. രണ്ടാമത്തെ അടിപൊളിയായിട്ട് വന്നു. നമ്മളിനി മൂന്നാമത്തെ നമ്മൾ എടുക്കാൻ പോകണം. മൂന്നാമത്തെ നമുക്ക് അതേപോലെ തന്നെ ഹോൾഡ് കൊടുക്കാം. അടിപൊളിയായിട്ട് വെള്ളം പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത 3 എണ്ണം സക്സസ് ആയെന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ ലാസ്റ്റത്തെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അതുകൊണ്ട് രണ്ടാമത് ചെയ്ത മാത്രം ശരിക്കും സക്സസ് ആയിട്ടുള്ളൂ. ആദ്യത്തെ ശരിക്കും അങ്ങ് ഒറ്റയടിക്ക് പൊട്ടിപ്പോയത്. പിന്നെ മൂന്നാമത് ചെയ്ത് കുറച്ചെങ്കിലും വെള്ളം വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബലൂൺ പൊട്ടിപ്പോയത്. നിങ്ങൾക്കപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമ്പോസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയെന്ന് പറയാം. ക്യാമറമാനോടൊപ്പം മിസ്മി കൃഷ്ണ. ബൈ.